മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു. അഞ്ചാമത്തെ പ്രസവത്തെ തുടർന്നാണ് ആസ്മ മരിച്ചത്. പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, ജനം TV കൃത്യമായി വാർത്ത നൽകിയിരുന്നു ഈ വീട്ടിലെ പ്രസവങ്ങൾ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിലും അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വീട്ടിൽ പ്രസവിച്ച യുവതിയാണ് മരിച്ചിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം വൈദ്യപരമായ സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. തീർച്ചയായും ഇന്നലെ അർദ്ധരാത്രിയിലാണ് മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിക്കുന്നത്. ഈ യുവതിയുടെ അഞ്ചാമത്തെ പ്രസവത്തിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ വീട്ടിൽ തന്നെയായിരുന്നു യുവതിയുടെ പ്രസവം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിൽ ആണ് ഈ പ്രസവം നടന്നതും ഈ യുവതിയുടെ മരണം സംഭവിക്കുന്നതും. മലപ്പുറം കോട്ടയ്ക്കലിന് സമീപം ചട്ടിപ്പറമ്പ് സ്വദേശിയായ അസ്മ എന്ന യുവതിയാണ് ഇങ്ങനെ പ്രസവത്തെ തുടർന്ന് മരിച്ചിട്ടുള്ളത്. പിന്നീട് ഇവരുടെ ഭർത്താവ് തന്നെ ഈ യുവതിയെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂർ ജില്ലാ ആശുപത്രിയിലാണ്. കാരണം ഈ യുവതിയുടെ വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ്. അതുകൊണ്ട് അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെയോടെ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് ഭർത്താവ് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് പോലീസ് വഴിയാണ് ഇത്തരത്തിൽ നാട്ടുകാരിൽ ചിലർ ഈ സംശയം ഉന്നയിച്ചു. അങ്ങനെയാണ് ഈ വിവരം പുറത്ത് വരുന്നത്. അതേ തുടർന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില ഇടപെടലെല്ലാം തന്നെ ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈ യുവതിയെ സംസ്കരിക്കാനുള്ള അല്ലെങ്കിൽ മറവ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടന്നിരുന്നത്. അത് രഹസ്യമായി മറവ് ചെയ്യാനുള്ള നീക്കമാണ് നടന്നിരുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മറ്റ് ഇവരുടെ രഹസ്യമായി മറവ് ചെയ്യാനുള്ള നീക്കങ്ങൾ അടക്കം പോലീസ് നിലവിൽ തടഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിയിരുന്നു. വീട്ടിലെ പ്രസവം മലപ്പുറം ജില്ലയിലടക്കം ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് മതപരമായ ഒരു വിശ്വാസത്തിന്റെ ഭാഗം എന്ന രീതിയിലാണ് അത്തരത്തിൽ ഉള്ള പ്രസവങ്ങൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നത്. ഈ രീതിയിൽ മലപ്പുറം ജില്ലയിൽ അശാസ്ത്രീയമായ പ്രസവവും അതോടൊപ്പം തന്നെ ചികിത്സയും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നതും വളരെ വ്യക്തമാണ്. പലപ്പോഴും ഇത് രഹസ്യമായിട്ടാണ് പല കേന്ദ്രങ്ങളിലും നടക്കുന്നത്. ഇതിനായി ചില സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അക്യുഷ് എന്ന സംഘടന ഇത്തരത്തിൽ വനിതകളെ, അതായത് വീട്ടിൽ പ്രസവിക്കുന്ന വനിതകളുടെ ഒരു കൂട്ടായ്മ തന്നെ നടത്തിയിരുന്നു. ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന യുവതികൾ ധീര വനിതകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കൂട്ടായ്മ അവർ സംഘടിപ്പിച്ചത്. ആ വീട്ടിൽ പ്രസവിച്ച ആ യുവതികളെ എല്ലാം തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങും എല്ലാം തന്നെ ആ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഘടനകൾ അടക്കം ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും അശാസ്ത്രീയമായ പ്രസവമാണ്, മതപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ വീട്ടിലുള്ള പ്രസവം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ വർദ്ധിക്കുന്നത്.